ചെമ്മരപ്പൂരിലെ പ്രൊമോഡിയിലേക്ക് അവരെ സഹായം ചെയ്തു. അങ്ങനെ സച്ചിൻ രേവതി ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് രേവതിയാണ് കുറ്റക്കാരി, രേവതിയാണ് കട്ടെടുത്തതെന്നുള്ള രീതിയിൽ ചന്ദ്രമതി ഉറപ്പിച്ചുറപ്പിച്ച് പറയുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, ഞാനല്ല എടുത്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം സച്ചി രേവതിയോട് ചോദിക്കുന്നത്, ഇതെന്താ എങ്ങനെ സംഭവിച്ചത്, നിന്നെ സംശയിക്കാൻ കാരണം ഞാനവിടെ ഇത് വെക്കാൻ പോയത് കൊണ്ടാണ്, തുണി വെക്കാൻ പോയത് കൊണ്ട് എന്നെ സംശയിച്ചത്. അപ്പം ഇത് പറഞ്ഞു കൊടുത്ത ആരെന്ന് പറയുമ്പോൾ ബാമ എടുക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ബാമാൻറ്റി എടുക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ബാമാൻറ്റി അങ്ങനെ എടുക്കാൻ ചാൻസ് ഇല്ല, ബാമാൻറ്റി എടുക്കാൻ ചാൻസും ഇല്ല. മാത്രമല്ല ബാമാൻറ്റി ഇത്ര ഞാൻ എടുത്തെന്ന് പറയും, നീ എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ മാമാൻ്റെ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞ് സച്ചി ഇറങ്ങി പോവുകയാണ്. സച്ചി ഇറങ്ങി പോയിട്ട് നേരെ പോയി ബാമയെ കാണാൻ പോകും. ബാമയോട് കൊടുത്ത്, ബാമാൻ്റെ എന്താ ഇവിടെ നടന്നത്, എന്താ എനിക്കറിയണം എന്ന് പറയും. ഉടനെ രേവതി ഇത് ക്യാഷ് എടുത്തെന്നുള്ളൊരു ഇതിലെല്ലാം പറയുന്നുണ്ടല്ലോ, ഇതെന്താ സംഭവം, എന്താ എനിക്കറിഞ്ഞേ പറ്റൂ എന്നുള്ള പറയുമ്പോഴത്തേക്ക്, മോനെ എനിക്കും തോന്നുന്നില്ല രേവതി മോളെ ക്യാഷ് എടുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവിടെ പറയുന്നുണ്ടല്ലോ, രേവതി എടുത്തെന്ന് പറയുന്നുണ്ടല്ലോ, അത് നിൻ്റെ അമ്മ ചന്ദ്രമതി പറയുന്നതല്ലേ, അതല്ല ഞാൻ പറഞ്ഞതല്ല, രേവതി ഇവിടെ വന്നിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞെന്നുള്ളത് എന്ന് പറയാം. പിന്നെ എന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാര്യം എന്നാന്നുള്ള ഇത് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കും. മോനെ അത് നിൻ്റെ അമ്മയുടെ ക്യാഷാണ്, അമ്മയുടെ ക്യാഷ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വക്കീൽ കൊടുത്ത് 2 ലക്ഷം രൂപ വക്കീൽ കൊടുത്ത ക്യാഷാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചിക്ക് ചൊറിഞ്ഞ് കയറും. അതായത് എന്ത് ചെയ്യണം നടത്തില്ല. സച്ചി 5 ലക്ഷം കൊടുത്ത 5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപയാണ് അമ്മ മേടിച്ചത്. അതുകൊണ്ടാണ് കേസ് പിൻവലിച്ചെന്നുള്ള ഒരു പെട്ടെന്നുള്ള ബോധം അവന് വരിക. എന്നിട്ട് നേരെ വന്ന് ചന്ദ്രമതിയിൽ കയറി വന്ന അമ്മയെ, അതായത് ചന്ദ്രമതിയെ അടിച്ച് കീറാൻ, അതായത് ദേഷ്യത്തോടെ വന്ന് സംസാരിക്കാൻ വേണ്ടിയിരിക്കുന്ന സീനാണ് നമ്മൾ ഇപ്പോൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത്. അപ്പം ഈ ചാനൽ ഇന്നത്തെ ഈ പ്രൊമോ വീടുന്ന് ഇവിടെ പറയുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കാണാൻ വേണ്ടി ഒരു കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.